നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഉണ്ണിമുകുന്ദന്റെ മാനേജർ ആയിരുന്നു എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള വിപിൻ എന്ന് പറയുന്ന ആളും തമ്മിലുള്ള ഒരു വിഷയം. ആ വിഷയത്തിലെ നമ്മുടെ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ ഒരു പ്രതികരണമായിട്ട് നേരിട്ട് മുമ്പ് പോസ്റ്റുകളിലൂടെ പ്രതികരണം നൽകിയെങ്കിലും ഇപ്പോൾ ഒരു പോസ്റ്റിലൂടെ ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് അതിൽ കേൾക്കാം. ഞാൻ നുണ പറയാറില്ല, മാത്രമല്ല എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ഗ്ലാസ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്, ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു, സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞ് പോയി. ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ, പുള്ളിക്ക് ഈ വിഷയം എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ്. അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട്, അത് പുള്ളി സമ്മതിച്ചു. അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് ഒരു റിട്ടേൺ അപ്പോളജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു, ബിക്കോസ് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു. ഉണ്ണിമുകുന്ദൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവത്തിൽ വളരെ ജെനുവിൻ ആയിട്ടാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ സംസാരവും എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോൾ വളരെ ജെനുവിൻ ആയിട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്താണ് ശരിയെന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ലെങ്കിലും എനിക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഉണ്ണിമുകുന്ദൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ താൻ കള്ളമൊന്നും പറയാറില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഈ കാര്യത്തിൽ കള്ളം പറഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിലും അവിടെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഉണ്ണിമുകുന്ദന്റെ തന്നെ താഴെയുള്ള മാനേജർ ആയിരുന്നു വിപിൻ എന്ന് പറയുന്ന ആളുടെ കണ്ണാട കണ്ണാട വെച്ചത് ഉണ്ണിമുകുന്ദന് ഇഷ്ടമായില്ല എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത് ഒരു പക്ഷേ ഉണ്ണിമുകുന്ദന്റെ മുകളിലുള്ള ഒരു സീനിയർ ആക്ടർ ആയിരുന്നു ഉണ്ണിമുകുന്ദന്റെ മുമ്പിൽ ഇതുപോലെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂയോ എന്തെങ്കിലും കാര്യമോ സംസാരിക്കുമ്പോൾ കണ്ണാട വെച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ അപ്പോഴും ആ സീനിയർ ആക്ടറുടെ അടുത്തും ഇങ്ങനെ പെരുമാറുമോ? ഇത് ഉണ്ണിമുകുന്ദനെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കില്ല ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാവുക. കണ്ണാട വെക്കുന്നതിലൊക്കെ എന്താണ് തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ണാട വെക്കുന്നതിൽ ഒരാൾ കണ്ണാട വെക്കുന്നു, ഒരാളുടെ മുമ്പിൽ കണ്ണാട വെക്കുന്നു, എന്താ കണ്ണാട വെക്കാൻ പറ്റില്ലേ? നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇഷ്ടമുള്ള രീതിയിലും സംസാരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? അതായത് മറ്റൊരാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല. പക്ഷെ കണ്ണട വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് ഇതുവരെ മനസ്സിലായില്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇതുവരെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഉണ്ണിമുകുന്ദന്റെ ഭാഗത്താണ് ന്യായമെന്ന് തോന്നിപ്പോകും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനാണ് ആ ഒരു കാര്യത്തിൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ള രീതിയിൽ റെസ്പോൺസ് ഒക്കെ നൽകിയിട്ടുള്ളതെന്ന് നമ്മുടെ ആളുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും.